ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ കുറച്ചു കാലം ഹോക്കി കളിച്ചിട്ടുണ്ട്, കുറച്ചു കാലത്തേക്ക് മാത്രം. അപ്പോൾ പക്ഷെ ഞാൻ സ്പോർട്സിന്റെ എല്ലാ സംഗതികളിലും താല്പര്യമുള്ളതുകൊണ്ട് ഞാനെല്ലാം വായിക്കുമായിരുന്നു, പേപ്പറിലും ന്യൂസുകളിലൊക്കെ. അപ്പൊ ഇന്ത്യക്ക് അന്ന് ഒളിമ്പിക്സ് മെഡലൊക്കെ കിട്ടുന്ന കാലമാണ് ഹോക്കിയിൽ. അപ്പൊ ആ കാലത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ് വിനീത് കുമാർ. എനിക്ക് ആദ്യത്തെ മകനുണ്ടായപ്പോ വിനീത് കുമാറിന്റെ കുമാർ കെട്ടിയിട്ട് വിനീത് ഇട്ടത് എങ്ങനെയാണ്? പിന്നെ ധ്യാൻചന്ദ് എന്ന് പറയുന്ന ആള് ഇന്ത്യയിലെ ക്രിക്കറ്റ് മാന്ത്രികൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹോക്കിയില് ഹോക്കി മാന്ത്രികൻ. അപ്പൊ ആ ചന്ത് കട്ടിയതിട്ട് കുഴപ്പമില്ല. കട്ടിയിട്ടാണ് എന്ത് മാന്ത്രികയാണ് എനിക്ക് അപ്പൊ നമ്മളെ മനു ആണ് ഞാനിവിടെ കൃഷി കൊടുക്കാൻ സമയത്ത് വേണ്ടുന്നല്ലോ സഹായം വിളിച്ചത്, എന്നെ പ്രോത്സാഹിപ്പിച്ചത് മനുവാണ്. മനു അടുത്ത കാലത്ത് മനുവിന്റെ പഴയ ബാല്യകാല കൂട്ടുകാരിയായിരുന്ന സോജ എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ഞാൻ മലയാള സിനിമയിൽ ഒരു പാട്ട് എഴുതിയിട്ടില്ല, പല ഹിന്ദി സിനിമയിലും പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് അത് ദൈവത്തിന്റെ നിയോഗമാണ്. പിൽക്കാലത്ത് മനുവിന് പാടാൻ വേണ്ടിയാണ് ഞാൻ തോന്നുന്നത്. ആ പാട്ടാണ് സോജ സോജ രാജകുമാരി സോജ. പാടാറുണ്ട് ഇത് പാടുക. ഇത് ദൈവത്തെ കൊണ്ട് എഴുതിച്ച പണ്ട് ഇങ്ങനെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിട്ട് എഴുതിച്ച് തന്നെയുണ്ട്. അപ്പോ ഞാൻ പിന്നെ വെതയും കൊണ്ടൊക്കെ ഞാൻ നടത്തിയാൽ എനിക്ക് മാത്രമേ കാശ് കിട്ടൂ. കാശുള്ള മനുവിന് വേണമെന്നുകൊണ്ട് മനു സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ മനുവിന് നല്ല പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാവട്ടെ എന്നെയും കുറിച്ച്